ഹലോ, ഞാൻ ഇന്ന് വൈകിട്ട് ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നമ്മളിവിടെ അടുത്ത് ഗ്രൗണ്ടിൽ പന്ത് കളി നടക്കുന്നുണ്ട് കേട്ടോ. അത് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണേ. കുറേ ദിവസമായി തുടങ്ങിയിട്ട്, പക്ഷെ നമുക്ക് പോകാൻ പറ്റിയില്ല. കുഞ്ചൂസിന് എക്സാം ആയിരുന്നു. അതിൻ്റെ പഠിപ്പിക്കലും തിരക്കിലും ഒക്കെ ആയതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റിയില്ല. കുഞ്ചൂസൊക്കെ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു, ഞാൻ പോയില്ലായിരുന്നു. എന്നാൽ ഇന്നൊന്ന് പോയേക്കാന്ന് ഓർത്തുകൊണ്ട് നമ്മൾ 9 മണി കഴിഞ്ഞിട്ടാണ് പോകുന്നത്. 9 മണി കഴിഞ്ഞിട്ടാണ് അവിടെ തുടങ്ങുന്നത്. നമ്മൾ പോയപ്പോൾ ഒരു 9:30 കഴിഞ്ഞു. എന്നിട്ട് ജസ്റ്റ് അവിടെ ബജിക്കട, കടല അങ്ങനെ കുറേ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ ഈ പ്രാവശ്യം. ഇത് ആദ്യമായിട്ടാണ് അവർ ഈ പ്രാവശ്യം ഇങ്ങനത്തെ ഇതൊക്കെ കൊണ്ടുവന്നേക്കുന്നത്. നേരത്തെ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പന്തുകൾ നല്ല തകൃത്തായിട്ട് നടക്കുന്നുണ്ട്. ഞങ്ങളൊരു സൈഡിൽ നിൽക്കുന്നുണ്ട്. ഋഷിക്കുട്ടൻ പിന്നെ എവിടെ പോയാലും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങണ വരെ അവന് ഒരു ദാഹം ഉണ്ടാവില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് നമ്മൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞൊന്ന് ഇരുന്ന് കഴിഞ്ഞാൽ അപ്പം തന്നെ അവന് അമ്മയെ വെള്ളം വേണം, അമ്മയെ വിശക്കാന്ന് തുടങ്ങും. പിന്നത് പൈസയോ എന്തിനാ? കടലയോ? അവിടെ ചൂടോടെ കടല വറക്കുന്നുണ്ട് കേട്ടോ. അന്നേരം നമ്മളെന്ന് അത് വാങ്ങിക്കാമെന്ന് പറഞ്ഞ് ഋഷിക്കുട്ടൻ കയ്യെ പിടിച്ച് വലിച്ചുകൊണ്ട് പോയിട്ട് അത് വാങ്ങിച്ചു കേട്ടോ. കഴിക്കാനൊന്നുമല്ല, ചുമ്മാ വെറുതെ ഒരു കൗതുകത്തിന് വേണ്ടിയിട്ട് അവൻ എന്നും കഴിക്കണേ കേട്ടോ. അത് കണ്ടപ്പോൾ അവനെ മേടിക്കണം എന്ന് പറഞ്ഞ് ഭയങ്കര ശല്യമായിരുന്നു. എന്നിട്ട് മേടിച്ചു കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം പന്തുകളെയൊക്കെ നോക്കി നിന്നിട്ട് അന്നേരം അമ്മ പറഞ്ഞത് അവിടെ ബജിക്കടി ഉണ്ടെന്ന്. അന്നേരം നമുക്കന്ന് ബജിക്കടിയിൽ പോയി നോക്കാം, അവിടെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോവാം കേട്ടോ. അവിടെ കുറേ മുട്ട, പിന്നെ കടച്ചക്ക, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നേ. നമ്മൾ എല്ലാവർക്കും ഓരോന്ന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം വാങ്ങിച്ചു കേട്ടോ. I know you're scared, you wanna hide away sometimes. I know you hurt from everyone telling you lies. I bet you just wanna lose your mind. I know you hurt, I know you hurt. Let it out, just feel it. Let it out, cry it all out to me. When you're down, when your heart stops beating, you got me. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് മാറിയിരുന്നു കേട്ടോ. അവിടെ കുറേ ആൾക്കാരായതുകൊണ്ട് ഋഷിക്കുട്ടൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതുകൊണ്ട് നമ്മുടെ കയ്യിൽ ഇത് പിടിച്ച് നിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു. നമ്മൾ കുറച്ച് നേരം കൂടെ അവിടെ നിന്നിട്ട് പന്തുകളി കണ്ടിട്ട് പോയിട്ടോ. അപ്പോഴത്തേക്കും തീരാറായായിരുന്നു. നമ്മൾ എന്നിട്ട് ജസ്റ്റ് അവിടെ ഒരു വീടുണ്ട്. അന്നേരം ആ വീടിൻ്റെ അങ്ങോട്ട് കയറി നിൽക്കട്ടെ. അവിടെ മൊത്തം ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് നിൽക്കാൻ പറ്റുന്നില്ല. ഇവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതുകൊണ്ട്. പിന്നെ കുഞ്ചൂസിന് നാളെ സ്കൂളിൽ പോകണം. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ പോയിട്ട് കുറച്ച് നിന്നിട്ട് അപ്പം തന്നെ പോകുന്നു കേട്ടോ.